ഇന്ത്യൻ ക്രിക്കറ്റിലെ രണ്ട് വലിയ പേരുകൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. കളിക്കളത്തിൽ ഇവർ സൃഷ്ടിച്ച ചരിത്രം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇനി ഒരു വലിയ ചോദ്യം ഉയരുകയാണ്. കളി നിർത്തിയാൽ ഇവർ എന്തു ചെയ്യും? ബാറ്റ് താഴെ വെച്ച ശേഷം ഡഗ്ഔട്ടിൽ നിന്ന് ടീമിനെ നയിക്കാൻ ഇവരിൽ ആരെങ്കിലും എത്തുമോ? ഇപ്പോഴത്തെ മുൻ ഇന്ത്യൻ താരം രവിചന്ദ്രൻ അശ്വിന്റെ ഒരു പ്രവചനമാണ് ഈ ചർച്ചയ്ക്ക് ചൂട് പിടിപ്പിച്ചിരിക്കുന്നത്. രോഹിത് ശർമ്മ ഭാവിയിൽ മുംബൈ ഇന്ത്യൻസിന്റെ കോച്ചിംഗ് സംവിധാനത്തിന്റെ ഭാഗമാകാൻ സാധ്യതയുണ്ടെന്നാണ് അശ്വിൻ പറയുന്നത്. എന്നാൽ വിരാട് കോഹ്ലി ഉടൻ തന്നെ കോച്ചിന്റെ റോളിലേക്ക് വരാൻ സാധ്യത കുറവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ആദ്യം രോഹിത്തിനെ കുറിച്ച്. രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിന്റെ വെറുമൊരു മുൻ താരമല്ല, ടീമിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ്. 5 IPL കിരീടങ്ങൾ നേടിയ ക്യാപ്റ്റനാണ് രോഹിത്. ഇന്ത്യയെ ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റനുമാണ്. അതുകൊണ്ട് തന്നെ രോഹിത് വിരമിച്ചാൽ അദ്ദേഹത്തെ മുംബൈ ഇന്ത്യൻസ് വെറുതെ വിട്ടുകളയരുതെന്നാണ് അശ്വിന്റെ അഭിപ്രായം. അദ്ദേഹത്തെ നേരിട്ട് ഹെഡ് കോച്ച് ആക്കണമെന്നില്ല, പക്ഷേ ടീമിന്റെ ഡഗ്ഔട്ടിൽ മെന്ററായോ മറ്റേതെങ്കിലും ക്രിക്കറ്റ് ഓപ്പറേഷൻ റോളിലോ അദ്ദേഹത്തെ നിലനിർത്തണം. ഇതിന് പിന്നിലെ കാരണം വളരെ വ്യക്തമാണ്. രോഹിത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് ചിന്തയാണ്. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ വർഷങ്ങളോളം അദ്ദേഹം കളിക്കാരെ കൈകാര്യം ചെയ്തു. സമ്മർദ്ദ സാഹചര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുത്തു, യുവതാരങ്ങളെ വളർത്തി, IPL വ്യത്യസ്ത തലമുറകളിലെ കളിക്കാരുമായി ഒരുമിച്ച് പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ ആ അനുഭവം വിരമിച്ച ശേഷം ഒരു ടീമിന് വലിയ സമ്പത്തായിരിക്കും. അശ്വിൻ പറയുന്നത് രോഹിത് ഉടൻ തന്നെ ഹെഡ് കോച്ച് ആകണമെന്നില്ല. 1-2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം കോച്ചിംഗ് റോളിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. മുൻ ഇന്ത്യൻ കോച്ച് രാഹുൽ ദ്രാവിഡ് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയതും അശ്വിൻ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ വിരാട് കോഹ്ലിയുടെ കാര്യത്തിൽ ചിത്രം കുറച്ച് വ്യത്യസ്തമാണ്. കോഹ്ലി ഉടൻ കോച്ചാകാൻ തയ്യാറാകുമെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നാണ് അശ്വിൻ പറയുന്നത്. കളിയിൽ നിന്ന് വിരമിച്ചാൽ കോഹ്ലി കുറച്ചു കാലം ക്രിക്കറ്റിൽ നിന്ന് തന്നെ മാറി നിൽക്കാൻ ആഗ്രഹിച്ചിരിക്കുമെന്നാണ് അശ്വിന്റെ വിലയിരുത്തൽ. ഇതും ഒരു തരത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. കാരണം വിരാട് കോഹ്ലിയുടെ കരിയർ എന്നത് വെറുമൊരു IPL കരിയർ അല്ല. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളാണ് അദ്ദേഹം. വർഷങ്ങളോളം അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിലും കളിച്ചു. ക്യാപ്റ്റനായി വലിയ ഉത്തരവാദിത്തം വഹിച്ചു. RCBയോടൊപ്പം IPLന്റെ തുടക്കം മുതൽ തന്നെ വലിയൊരു ആരാധക വൃന്ദത്തെ സ്വന്തമാക്കി. അതിനാൽ വിരമിച്ച ഉടൻ തന്നെ വീണ്ടും അതേ സമ്മർദ്ദത്തിലേക്ക്, അതേ മത്സരാന്തരീക്ഷത്തിലേക്ക് ഒരു കോച്ചായി ഇറങ്ങാൻ അദ്ദേഹം തയ്യാറാകുമോ എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഒരുപക്ഷെ കോഹ്ലിക്ക് കുറച്ചുകാലം ക്രിക്കറ്റിൽ നിന്ന് മാറി നിന്ന് തന്റെ ജീവിതത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാനായിരിക്കും താല്പര്യം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, രോഹിത്തും കോഹ്ലിയും IPL നിന്ന് പൂർണ്ണമായി അപ്രത്യക്ഷരാകുന്നത് ആരാധകർക്ക് എളുപ്പത്തിൽ അംഗീകരിക്കാനാകില്ല. കാരണം ഇവർ രണ്ടുപേരും IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളാണ്. NDTV റിപ്പോർട്ട് പ്രകാരം IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചവരിലും ഏറ്റവും കൂടുതൽ റൺസ് നേടിയവരിലും ഇരുവരും മുന്നിലാണ്. കൂടാതെ ഇരുവർക്കും ചേർന്ന് 8 IPL കിരീടങ്ങളുണ്ട്. രോഹിത്തിന്റെ മുംബൈയുടെ കൂടെയുള്ള 5 കിരീടങ്ങൾ, ഡെക്കാൻ ചാർജേഴ്സിനോടൊപ്പമുള്ള 1 കിരീടം, കോഹ്ലിയുടെ RCBയോടൊപ്പമുള്ള വിജയവും ചേർത്ത് നോക്കുമ്പോൾ IPLന്റെ വളർച്ചയ്ക്കൊപ്പം തന്നെ വളർന്ന 2 കരിയറുകളാണ് ഇവരുടേത്. ഇവിടെ മറ്റൊരു രസകരമായ ചോദ്യം കൂടിയുണ്ട്. രോഹിത് മുംബൈ ഇന്ത്യൻസിന്റെ കോച്ചായാൽ എങ്ങനെയായിരിക്കും? ഒരു വശത്ത് രോഹിത്, മറുവശത്ത് ഹാർദിക് പാണ്ഡ്യ, സൂര്യകുമാർ യാദവ് തുടങ്ങിയ താരങ്ങൾ. അതിനു പുറമെ പുതിയ തലമുറ. കളിക്കാരനായിരിക്കുമ്പോൾ രോഹിത്തിനൊപ്പം കളിച്ചവർ തന്നെ അദ്ദേഹത്തിന്റെ കീഴിൽ കളിക്കുന്ന സാഹചര്യം ഉണ്ടാകാം. അതുപോലെ തന്നെ ഒരിക്കൽ വിരാട് കോഹ്ലി RCBയുടെ കോച്ചായി തിരിച്ചെത്തിയാൽ ഇത് RCB ആരാധകർക്ക് ഒരുപക്ഷെ സ്വപ്നം പോലെയായിരിക്കും. കോഹ്ലി കളിക്കാരനായി RCBയെ നയിച്ചു, വർഷങ്ങളോളം ടീമിന്റെ മുഖമായി നിന്നു. ഇനി ഒരിക്കൽ ഡഗ്ഔട്ടിൽ നിന്ന് RCB നയിക്കുന്ന കോഹ്ലിയെ കാണാൻ കഴിയുമോ? അതിപ്പോൾ വെറും സാധ്യത മാത്രമാണ്. അശ്വിന്റെ വാക്കുകൾ ഒരു ഔദ്യോഗിക പ്രഖ്യാപനമല്ല. രോഹിത് മുംബൈ ഇന്ത്യൻസിന്റെ കോച്ചാകുമെന്ന് ഉറപ്പായിട്ടില്ല. കോഹ്ലി RCBയുടെ കോച്ചാകില്ലെന്നും ഉറപ്പില്ല. ഇത് ഒരു മുൻ ഇന്ത്യൻ താരത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള വിലയിരുത്തൽ മാത്രമാണ്.